എരുമപ്പെട്ടി വെള്ളർക്കാട് കൊല്ലൻപടിയിൽ നാടിനെ നടുക്കിയ കൊലയാളി നായയെ ഒടുവിൽ പിടികൂടി. കിടപ്പ് രോഗിയായ കാർത്തിയായനിയെ വീടിനുള്ളിൽ കയറി കടിച്ചു കൊല്ലുകയും മകൻ ദേവദാസിനെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത നായയെ പുലർച്ചെ 1 മണിയോടെയാണ് സാഹസികമായി കീഴ്പ്പെടുത്തിയത്. പോലീസും അനിമൽ റെസ്ക്യൂ ടീമും നാട്ടുകാരും ചേർന്നുള്ള മണിക്കൂറുകൾ നീണ്ട പരിശ്രമമാണ് ഒടുവിൽ വിജയം കണ്ടത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടുകൂടിയാണ് വെള്ളറക്കാടിനെ നടുക്കിയ ദാരുണമായ സംഭവം അരങ്ങേറിയത്. വീടിനകത്ത് കയറി കാർത്തിയായനിയെയും മകൻ ദേവദാസിനെയും ആക്രമിച്ച നായ പ്രദേശം മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരുന്നു. മുഖത്തും കഴുത്തിലും ആഴത്തിൽ കടിയേറ്റ കാർത്തിയായനി സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. മകൻ ദേവദാസിന്റെ കാൽപാദം കടിച്ചു കീറുകയും വിരലുകൾ കടിച്ചെടുക്കുകയും ചെയ്ത നായ മറ്റു പലരെയും വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചിരുന്നു. ആനിമൽ റെസ്ക്യൂ ടീം അംഗം ബൈജു കടങ്ങോടിന്റെ നേതൃത്വത്തിൽ പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ വെള്ളറക്കാട് പള്ളിക്ക് സമീപത്തു നിന്നുമാണ് നായയെ കണ്ടെത്തിയത്. നായയെ വലയെറിഞ്ഞ് പിടികൂടുന്നതിനിടയിൽ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണുവിന് വീണു പരിക്കേറ്റു. പിടികൂടിയ നായയെ ഉടൻ തന്നെ കടങ്ങോട് പഞ്ചായത്തിന്റെ ആംബുലൻസിൽ മണ്ണുത്തി വെറ്ററിനറി ആശുപത്രിയിലേക്ക് മാറ്റി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ഇൻസ്പെക്ടർ അനീഷ് കുമാർ, ജനപ്രതിനിധികളായ പ്രകാശൻ പേങ്ങാട്ടുപാറ, വിജയകുമാർ, സുഗിജ സുമേഷ്, KR സിമി, മുൻ മെമ്പർ അഭിലാഷ് കടങ്ങോട് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം നൽകി. 40 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ചെറുതുരുത്തി, ചേലക്കര, പഴയന്നൂർ, ഓട്ടുപാറ തുടങ്ങിയ സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോപ്പ് കൊച്ചപ്പൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കോൺടാക്ട് 9447 175 304.